പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മുഴുവഹത്വവും എല്ലാ പുകഴ്ചയും അത്യാദരവോടെ അർപ്പിക്കുന്നു. ആയുസ്സിൽ കണ്ടിട്ടില്ലാത്തൊരു ദിവസം കൂടെ കുഞ്ഞെ നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കിയ നല്ല കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ചില നിമിഷങ്ങൾ ദൈവശബ്ദത്തിനായി കാതോർക്കാമല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരെയും കരുണയുള്ള കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മ നൽകിയ ദൂതിന്റെ തുടർച്ചയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക എന്നുള്ള കർത്താവിന്റെ ആഹ്വാനമായിരുന്നു യൂദായുടെ ലേഖനത്തിൽ നിന്നും നാം 23-ാം വാക്യത്തിൽ വായിച്ച് ധ്യാനിക്കാനിടയായത്. മനുഷ്യരെ പൊള്ളിക്കുന്ന തീയുടെ 7 അനുഭവങ്ങൾ അഥവാ വ്യത്യസ്തമായ 7 അഗ്നികൾ തിരുവെഴുത്തിൽ കാണാം. അതിലൊന്നാമത്തേതാണ് നാം ആദ്യത്തെ ദിവസം ഇന്നലെ ചിന്തിച്ച നാവും ഒരു തീ തന്നെ. നാവാകുന്ന തീ, നാവ് പുറപ്പെടുവിക്കുന്ന തീ, വായിൽ നിന്ന് പുറപ്പെടുന്ന തീ. നാവാകുന്ന തീയുടെ പൊള്ളലേറ്റു വീണ് കിടക്കുന്നവരെ, പുകയ്ക്കുള്ളിൽ നട്ടം തിരിയുന്നവരെ, വീർപ്പുമുട്ടിക്കഴിയുന്ന ജനങ്ങളെ, അങ്ങനെയുള്ള ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ പരിശുദ്ധാത്മ നൽകിയ ആഹ്വാനമാണ് നാം കേട്ടത്. സഹോദരങ്ങളെ, നരകത്തിന്റെ വക്താക്കളായ വ്യക്തികൾ അവരുടെ വായിൽ നിന്ന് പുറപ്പെടുവിച്ച ഗന്ധകത്തിന്റെ സ്വാധീനം അനുഭവിച്ചതിന്റെ കാരണം നരകവേദന അനുഭവിക്കുന്ന എത്രയെത്ര ജീവിതങ്ങൾ സമൂഹത്തിലുണ്ട്. നിങ്ങളുടെ അയൽപക്കത്തുണ്ട്, കൂട്ടായ്മയിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, എന്തിന് തങ്ങളുടെ ഭവനത്തിലും കണ്ടേക്കാം. അവരനുഭവിക്കുന്ന മെന്റൽ ഡിസ്ട്രസിൽ നിന്ന്, വിമർശനത്തിന്റെ തീയിൽ നിന്ന്, അപമാനത്തിന്റെ പുകയിൽ നിന്ന് ഞാൻ ഒതുങ്ങിപ്പോയി, ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നെന്ന് പറഞ്ഞ് വീണ് കിടക്കുന്നവരെ വേദനയുടെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ. രക്ഷിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്കതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ആമേൻ. ആയിരങ്ങൾ പങ്കെടുക്കുന്ന മെഗാ ക്രൂസൈഡിലൊന്നും പ്രസംഗിച്ചില്ലെങ്കിലും ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ എന്നെ ഉപയോഗിക്കണപ്പാ. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് താങ്കളെയും തന്റെ കരങ്ങളിൽ എടുത്തുപയോഗിക്കും. ആമേൻ. നാവും ഒരു തീ തന്നെ. നാവെന്ന തീയുടെ ജ്വാലയിൽ ബന്ധമറ്റുപോയ ദമ്പതികളുണ്ട്, അകന്നുപോയ സഹോദരങ്ങളുണ്ട്, നാവിന്റെ ജ്വാലയിൽ തകർന്നുപോയ കുടുംബങ്ങൾ, വായിൽ നിന്ന് പുറപ്പെട്ട പുകമറയ്ക്കുള്ളിൽ നട്ടം തിരിയുന്നവർ, ഗന്ധകത്താൽ വീർപ്പുമുട്ടുന്നവർ, ശുശ്രൂഷയിൽ മുന്നേറാനാവാതെ വീണുകിടക്കുന്നവർ. അവരിൽ ചിലരെങ്കിലും വലിച്ചെടുത്ത് രക്ഷിക്കാൻ, അവരുടെ മുറിവ് കെട്ടാൻ, മനസ്സിൽ ധൈര്യം പകർന്നു കൊടുക്കാൻ കർത്താവ് താങ്കളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ആമേൻ. ഏൽപ്പിച്ചു കൊടുക്കും മക്കളെ, ദൈവം മാനിക്കും. ജീവിതങ്ങളെ പൊള്ളിക്കുന്ന തീയിൽ ഒന്നാമത് നാവാണ്. എന്നാൽ രണ്ടാമതെന്താണ്? മനുഷ്യനകപ്പെടുന്ന വീണുപോകുന്ന മറ്റൊരു തീ. മത്തായിയുടെ സുവിശേഷത്തിൽ കാണാം, നമ്മുടെ കർത്താവ് താബോർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ചങ്ക് തകർന്ന ഒരു മനുഷ്യൻ ഓടി വന്ന് യേശുവിനോട് പറയുകയാ, കർത്താവേ, എന്റെ കുഞ്ഞിനോട് കരുണ കാണിക്കണം. ചന്ദ്രരോഗമെന്ന വ്യാധി അവനെ പലപ്പോഴും തീയിൽ തള്ളിയിടുന്നു. മത്തായി 17:15. എന്റെ പ്രതീക്ഷയായ മകൻ തീയിൽ വീണുപോവുകയാ. അല്ല കേട്ടോ, അവനെ വീഴ്ത്തുകയാ, തീയിൽ വീഴ്ത്തുകയാ. ആരാ വീഴ്ത്തുന്നത്? ചന്ദ്രരോഗം എന്ന മഹാവ്യാധി. എന്റെ കുഞ്ഞു വല്ലാത്ത കഷ്ടത്തിലെ കർത്താവേ, അവനെ അങ്ങ് തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. കണ്ണുനീരിന്റെ മുന്നിൽ മനസ്സലിയുന്ന കർത്താവ് പിതാവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അവനെ എന്റെ അടുക്കൽ കൊണ്ടുപോവാ. നിന്റെ മകനെ ഇങ്ങിത്താ. ചിന്തത്താൽ ജയം. മാരകരോഗമൊരുക്കിയ തീയിൽ വീണുകിടക്കുന്ന പൈതലിനെ ഓർത്ത് കരയുന്ന പ്രിയമാതാവ് പിതാവേ, യേശു നിന്നോട് ഈ പുലരിയിൽ ആവശ്യപ്പെടുന്നു, നിന്റെ കുഞ്ഞിനെ എന്റെ അടുക്കൽ കൊണ്ടുപോവാ. നിന്റെ കുഞ്ഞിനെ എനിക്കിതാ. അവൻ രോഗാണുക്കൾ സമ്മാനിച്ച തീയാകട്ടെ, രോഗാത്മാവ് വിതറിയ തീയാകട്ടെ, അപകടത്തിലൂടെ വന്ന തീയാകട്ടെ, ഏതു തീയിലാണ് വീണ് കിടക്കുന്നതെങ്കിലും നിന്റെ കുഞ്ഞിനെ കർത്താവിനേൽപ്പിച്ചു കൊടുക്കുക. അവന് തീയിൽ നിന്നും നിന്നെ വലിച്ചെടുത്ത് രക്ഷിക്കും, നിന്റെ പൈതലിനെ വലിച്ചെടുത്ത് രക്ഷിക്കും. നോക്കൂ, മത്തായി 17:18 നോക്കൂ. കർത്താവ് അവനിലുള്ള ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ആ നാഴിക മുതൽ അവന് സൗഖ്യം വന്നു. അങ്ങനെയെങ്കിൽ ഈ പൈതലിനെ പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് രോഗത്തിന് പിന്നിൽ ഒരു പൈശാചിക ശക്തി ഉണ്ടായിരുന്നു. സ്തോത്രം. പൈശാചിക ബന്ധനങ്ങളിൽ കുടുങ്ങി പ്രതികൂലത്തിന്റെ തീയിൽ വീണ് കിടക്കുന്നവരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത്, ആ തീക്കുണ്ടത്തിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ വചനം തന്റെ കുഞ്ഞുങ്ങൾക്ക് അധികാരം നൽകുന്നു. ഇന്നവരോട് ആഹ്വാനം ചെയ്യുകയാണ്. അഭിഷിക്തനെ, താങ്കളായിരിക്കുന്ന ദേശത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ടെന്നറിയാമോ? സഭയിലെ എണ്ണം കൂട്ടാനല്ല, സ്തോത്രകാക്ഷിയുടെ വലിപ്പം വർദ്ധിപ്പിക്കുകയല്ല, പിന്നെയോ ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക എന്നുള്ളതാ ഒരു ദൈവദാസന്റെ ഉത്തരവാദിത്വം, അവന്റെ ഡ്യൂട്ടി. എന്റെ കർത്താവിന്റെ കൽപ്പന ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അധികാരത്തിന്റെ ശുശ്രൂഷ നൽകി അങ്ങേ മാനിക്കാൻ ദൈവം മതിയായവൻ. പ്രിയരെ, പൈശാചിക ബന്ധനം ഒരു കുടുംബത്തിലുണ്ടായാൽ അവർ തീക്കുള്ളിലാണ്, പൊള്ളലേൽക്കുകയാണ്, നീറുകയാണ്, വീർപ്പുമുട്ടുകയാണ്.
കുഞ്ഞുങ്ങളുടെ വഴിപിഴച്ച പോക്കിൽ നീറുന്ന മനസ്സുകൾ, സാമ്പത്തിക തകർച്ചയിൽ വെന്തു നീറുന്ന ഹൃദയങ്ങൾ, കുടുംബ ബന്ധത്തിന്റെ ഉലച്ചിൽ വന്നത് കാരണം നീറിക്കഴിയുന്ന ദമ്പതികൾ, അങ്ങനെയുള്ള ചിലരെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ മഹാദൈവം തന്റെ മക്കളെ അധികാരപ്പെടുത്തുന്നു. സ്തോത്രം! എത്ര ശ്രേഷ്ഠകരമായ ശുശ്രൂഷയാ ദൈവം തന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നത്. തുടിക്കുന്ന മനസ്സോടെ ദൈവശബ്ദം കേൾക്കുന്ന ജീവിതമേ, വചനത്തിന്റെ ശക്തി നിന്നെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കും. ആമേൻ. പ്രാർത്ഥന അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കും. കുഞ്ഞെ, നിന്റെ കണ്ണുനീര് വെറുതെയല്ല, ഉപവാസം വെറുതെയല്ല. നിന്റെ പ്രിയപ്പെട്ടവരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഈ പുലരിയിൽ കേൾക്കുന്ന വചനത്തിനു ശക്തിയുണ്ട്. ഒന്നാമത്, നാവ് പുറപ്പെടുവിക്കുന്ന തീയാണ് മനുഷ്യനെ പൊള്ളിക്കുന്നതെങ്കിൽ രണ്ടാമത് പിശാച് കത്തിക്കുന്ന തീയാണ്. മൂന്നാമതായി, മനുഷ്യന്റെ ജീവിതത്തിൽ ആളിപ്പടരുന്ന കത്തിപ്പടരുന്ന ഒരു തീയുണ്ട്. 1 പത്രോസ് 4:12-13 വാക്യങ്ങളിൽ കാണാം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവകാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടവരും. സ്തോത്രം! പരിശോധനയിലൂടെ കടന്നുപോകുന്ന വ്യക്തികളെ ചൂണ്ടി വചനം പറയുന്നു, അവൻ തീയിലൂടെ കടന്നു പോവുകയാ. പരിശോധന എന്ന് തീച്ചൂള. ദൈവം പറയുന്നു, നീ തീയിൽ കൂടി കടന്നു പോകേണ്ടി വന്നാൽ വെന്തുപോകത്തില്ല മക്കളെ. പരിശോധനയുടെ തീയിൽ വെന്തുപോകാൻ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഈ പരിശോധന നിന്നെ തകർക്കാനല്ല, പിന്നെയോ വചനം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിവ്. ഒരുപക്ഷെ ഇന്ന് മറ്റുള്ളവർ നിന്നെ ചൂണ്ടി ഒന്നിനും കൊള്ളാത്തവളെന്ന് പറയുന്നുണ്ടായിരിക്കാം. എന്നാൽ പരീക്ഷ സഹിച്ച് നിൽക്ക്, പരിശോധനയിൽ പിറുമുറുക്കാതെ നിൽക്ക്. നീ കൊള്ളാവുന്നവനായി തെളിയുന്ന സമയം വരുന്നു യേശുവിന്റെ നാമത്തിൽ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും പരിശോധനയുടെ തീയിൽ അകപ്പെട്ടിട്ടില്ലേ? അപ്പോഴാഗ്രഹിച്ചതല്ലേ ആരെങ്കിലും വന്നൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഒരു ആശ്വാസവാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഈ തീയിൽ നിന്ന് കയറാൻ കരുണയുടെ കരമൊന്നും നീട്ടിയിരുന്നെങ്കിൽ. ഉണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ പരിശോധനയുടെ തീയിൽ കിടന്നുകൊണ്ട് പ്രതീക്ഷയോടെ നോക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, അധികാരം, അഭിഷേകം കുഞ്ഞേ, ദൈവം നിനക്കാണ് തന്നിരിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട നിന്നിലാണ് പകർന്നിരിക്കുന്നത്. എന്നെ ഈ തീയിൽ നിന്ന് കരം പിടിച്ചുയർത്താൻ ആരെങ്കിലും അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ നിന്റെ അയൽപക്കത്തുണ്ട്, കൂട്ടായ്മയിലുണ്ട്, ദേശത്തുണ്ട്. കർത്താവ് ചോദിക്കുന്നു, ആരെ ഞാൻ അയക്കും? അടിയനിതാ, എന്നെ അയക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. ഏൽപ്പിച്ചു കൊടുക്ക്, ദൈവം താങ്കളെ ഉപയോഗിക്കും. വായിച്ച വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ. പരീക്ഷയുടെ തീയിൽ കൂടി, പരിശോധനയുടെ തീയിൽ കൂടി കടന്നു പോകുന്ന ദൈവവൈതൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാവുകയാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പരിശോധനകളെ നശിപ്പിക്കുകയല്ല. പ്രത്യേക 13-ാമത് വാക്യം, ഉല്ലസിച്ച് ആനന്ദിപ്പാനിടവരും. പരിശോധനയുടെ തീയിൽ നീറിക്കഴിയുന്ന ജീവിതമേ, കർത്താവ് നിന്നോടാ പറയുന്നത്. ഈ പരിശോധന നിന്നെ തകർക്കത്തില്ല. പരിശോധന തീയിൽ നീ വെന്തുപോകത്തില്ല. ഉല്ലസിച്ചാനന്ദിക്കാൻ ദൈവം നിനക്കായി ഒരു ദിവസം ഒരുക്കുന്നു. സ്തോത്രം! മനുഷ്യനെ പൊള്ളിക്കുന്ന തീയിൽ ഒന്നാമത് നാവാണ്, 2 പിശാച് കത്തിക്കുന്ന തീയാണ്, 3 പരിശോധനയുന്ന അഗ്നിയാണ്. 4-ാമത്തേത് നോക്കാം. യോബ് 15:30, ഇരുളിൽ നിന്ന് അവൻ തെറ്റിപ്പോകയില്ല, അഗ്നിജ്വാല അവന്റെ കൊമ്പുകളെ ഉണക്കിക്കളയും. വചനം പറയുന്നു, കൊമ്പുകളെ ഉണക്കുന്ന അഗ്നിയുണ്ട്. സ്തോത്രം! കൊമ്പുകളെ ഉണക്കുന്ന അഗ്നി. വൃക്ഷത്തിന്റെ കൊമ്പുകൾ അത് പ്രതീക്ഷയുടെ ശിഖരങ്ങളാണ്. ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി തണൽ തരത്തിൽ നിൽക്കുന്ന കൊമ്പിനെ ഉണക്കുന്ന അഗ്നിയുണ്ട്. അടുത്ത സീസണിൽ ഫലം പുറപ്പെടുവിക്കേണ്ട കൊമ്പുകളെ ഉണക്കുന്ന അഗ്നി. വൃക്ഷത്തിന്റെ സകല സാധ്യതയും കൊമ്പിലാണല്ലോ. ഈ വൃക്ഷം നട്ടുപിടിപ്പിച്ചവന്റെ പ്രതീക്ഷയും ഇതിന്റെ കൊമ്പുകളിലാണ്. പക്ഷേ നനച്ചിരിക്കാത്ത സമയത്ത് ഉയർന്നു കത്തിയ പ്രതികൂലത്തിന്റെ അഗ്നി കൊമ്പുകളെ അപ്പാടെ ഉണക്കിക്കളയും. ഇനി ഇതിൽ ഫലം പ്രതീക്ഷിക്കാനില്ല. ഇനി ഇവൻ വിദ്യാഭ്യാസം ചെയ്യത്തില്ല. ഇവൻക്കിനി നല്ല വിവാഹം നടക്കത്തില്ല. ഇനി അവന് ജോലി കിട്ടാനൊന്നും പോകുന്നില്ല. ഇനി അവൻ തല ഉയർത്തത്തില്ല. ഈ സൂക്കോട് ഇവനെ കൊണ്ടേ പോകത്തുള്ളൂ. അതേ, കൊമ്പുകളെ ഉണക്കുന്ന തീയുണ്ട്. അത് നോക്കി ചിരിക്കുന്ന വ്യക്തികളുമുണ്ട്. കുഞ്ഞേ, നിന്റെ പ്രതീക്ഷയായ കൊമ്പുണങ്ങിയിരിക്കുകയാണോ? വൃക്ഷം നട്ടുപിടിപ്പിച്ചവന്റെ തലയ്ക്ക് തണലേകുന്നത് കൊമ്പുകളാ, എന്റെ മക്കളാ, തലമുറയാ, ഫലം പുറപ്പെടുവിക്കുന്ന കൊമ്പുകളാ. പക്ഷേ പെട്ടെന്ന് സാക്ഷി
സാധ്യതകളെല്ലാം അസ്തമിച്ചു. വചനം പറയുന്നു, യോബ് 14:7 വെട്ടിക്കളഞ്ഞാലും നിന്റെ കൊമ്പുകൾ പൊട്ടിക്കിളിക്കും, ഉണങ്ങിപ്പോയാലും പൊട്ടിക്കിളിക്കും. പഴയ കൊമ്പ് ഉണങ്ങിപ്പോയോ, ഇളം കൊമ്പുകളെ പൊട്ടിക്കിളിപ്പിക്കുന്ന ദൈവം ജീവിക്കുന്നു. അതിന്റെ നിലത്തു പഴകിയാലും കുറ്റിമണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് വീണ്ടും പൊട്ടിക്കിളിക്കും. പ്രതികൂലത്തിന്റെ തീയിൽ പ്രതീക്ഷയുടെ കൊമ്പുകൾ ഉണങ്ങിപ്പോയെങ്കിൽ പ്രാർത്ഥിക്ക്, വീണ്ടും അതിനെ തളിരണിയിക്കാൻ കഴിവുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രിയരെ, ഇവിടെ ചീവീടിന്റെ വല്ലാത്ത ഒച്ചയുണ്ട്. നിങ്ങളെ ഒരുപക്ഷെ അത് അസഹ്യപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എന്ത് ചെയ്യാം, ഒരു പ്രത്യേക ഇനം ചീവീടിന്റെ വല്ലാത്ത ശബ്ദമാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രതികൂലത്തിന്റെ തീയിൽ പ്രതീക്ഷയുടെ കൊമ്പുകൾ ഉണങ്ങിപ്പോയെങ്കിൽ പ്രാർത്ഥിക്കുക, വീണ്ടും അതിനെ തളിരണിയിക്കാൻ കഴിവുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു. എല്ലാ വൃക്ഷത്തിന്റെയും ഇല ഉണങ്ങാറുണ്ട്, പക്ഷേ മറ്റാർക്കുമില്ലാത്ത രീതിയിൽ നിന്റെ ഇല കൊമ്പോടെ ഉണങ്ങിയെങ്കിൽ അതിന്റെ പിന്നിൽ കൊമ്പിനെ ഉണക്കുന്ന ഒരു തീയുണ്ട്. എല്ലാവരും ചോദിക്കും, ഇവൻ മാത്രമെന്താ ഇങ്ങനെ കരിഞ്ഞുണങ്ങിപ്പോയത്, ഇവൻ മാത്രമെന്താ ഇങ്ങനെ ആയിപ്പോയത്? ചുറ്റിനുമുള്ള എല്ലാ മരങ്ങളും പച്ചപിടിച്ച് നിൽക്കുമ്പോൾ, എല്ലാ കൊമ്പും ഫലം നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവൻ മാത്രമെന്താ ഇങ്ങനെ കരിഞ്ഞു പോയത്? തടിക്ക് മാത്രം ഒരു കുഴപ്പമില്ല, പക്ഷെ കൊമ്പുണങ്ങി നിൽക്കുന്നു. എന്തിനാ ദൈവമേ തടി മാത്രം ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? ഇതൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ചിലരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. കുഞ്ഞെ, നിന്റെ പ്രതീക്ഷയായ കൊമ്പ്, തലമുറയാകുന്ന കൊമ്പ് ഉണങ്ങിപ്പോയെങ്കിൽ ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ ശക്തി അതിനെ വീണ്ടും തളിരണിയിക്കും. അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ പിതാവേ, മാതാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, കേൾക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് മഹത്വം. മനുഷ്യനെ പൊള്ളിക്കുന്ന തീയിൽ 5-ാമത്തേത് ആവർത്തനം 18:10 കാണാം. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെ ചിലരുണ്ട്. ദൈവം കനിഞ്ഞു തന്ന കുഞ്ഞുങ്ങളെ ആചാരത്തിന്റെ അഗ്നിയിൽ വിട്ടുകൊടുക്കുന്ന മാതാപിതാക്കൾ. മനുഷ്യനെ പൊള്ളിക്കുന്ന 1-ാമത്തെ തീ നാവാണ്. 2 പിശാച് കത്തിക്കുന്ന തീയാണ്. 3 പരിശോധനയുടെ അഗ്നിയാണ്. 4 കൊമ്പിനെ ഉണക്കുന്ന തീയാണ്. 5 ആചാരങ്ങളുടെ തീയ്, അനാചാരത്തിന്റെ അഗ്നി. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ അനാചാരത്തിന്റെ തീ കത്തിക്കുന്നവരെ കാണാം. ആവർത്തനം 18:10. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവർ. അവരാരുടെ പ്രേരണയാലാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അജ്ഞനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിന്റെ ഇടയിൽ കാണരുത്, നിങ്ങളുടെ ഇടയിൽ കാണരുത്. ക്രിസ്ത്യാനി എന്ന് പേരുണ്ടെങ്കിലും എന്തു ചെയ്യാനും ഇക്കൂട്ടരുടെ ഉപദേശം കേൾക്കുന്ന ചിലരുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇവർ ചെയ്യുന്നത് തന്റെ സന്തതിക്ക് നിത്യാഗ്നി ഒരുക്കി വെക്കുന്ന പണിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സമർപ്പിക്കേണ്ട പൈതലിനെ ദേവന് സമർപ്പിക്കുന്നു. അതെ, അഗ്നിയും ഒരു ദേവനാ. ദൈവം തന്ന കുഞ്ഞിനെ അഗ്നിദേവന് സമർപ്പിക്കുന്നു, അഗ്നിപ്രവേശം ചെയ്യിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവം തന്ന കുഞ്ഞിനെ നീ ആചാരങ്ങളുടെ അവൻ കുഞ്ഞുങ്ങളുടെ തലയിൽ ആചാരങ്ങളുടെ തീ കോരിയിടരുത്. അവരെ എങ്ങും കൊണ്ട് നടക്കിരുത്തരുത്, അവരെ എങ്ങും കൊണ്ട് അടിമ വയ്ക്കരുത്, കുഞ്ഞുങ്ങളെ എങ്ങും കൊണ്ട് പ്രതിഷ്ഠിക്കരുത്. നീ സത്യദൈവത്തിന്റെ വകയായിട്ട് അവരെ പ്രതിഷ്ഠിക്ക്, അതിനായി വേർതിരിക്ക്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ട വചനം അവരോട് ഷെയർ ചെയ്യണേ. അങ്ങനെ അവരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ മക്കളെ നിനക്ക് കഴിയും. ചില കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടിന്റെ സ്ഥിതി എന്തായിരുന്നു? ഭർത്താവിന്റെ മരണനിമിത്തം സതി എന്ന ദുരാചാരത്തിന്റെ തീയിൽ 1000കണക്കിന് സഹോദരിമാർ ആത്മാഹൂതി നടത്തിയ മണ്ണില നാം ജീവിക്കുന്നത്. ഇന്നും സാഹചര്യം അങ്ങനെയൊക്കെയായി വരുന്നുണ്ട്. വീണ്ടും ആചാരത്തിന്റെ തീ നമ്മുടെ നാട്ടിൽ കത്തിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്തെങ്കിലുമൊക്കെ നേട്ടം പ്രതീക്ഷിച്ച് അവരോട് കൂട്ടുകൂടുന്നവർ ഓർക്കണേ, കെടാത്ത തീയിൽ എരിയാനുള്ള യോഗ്യത സമ്പാദിക്കുകയാ നീ. യൗവനമൊക്കെ പടികടന്നു പോകാറായ പെൺകുഞ്ഞുങ്ങളെ കാണുമ്പോൾ ചോദിക്കും, എന്താ കുഞ്ഞിന്റെ കല്യാണം നടക്കാത്തത്, എന്താ കുഞ്ഞിനെ കെട്ടിക്കാത്തത്? ഉത്തരം കേൾക്കണോ? 34 വയസ്സ് വരെ കുഞ്ഞിന് ചൊവ്വാദോഷമാണ്. പാവം ഈ സഹോദരി മാതാപിതാക്കളുടെ ആചാരത്തിന്റെ തീയിൽ തന്റെ യൗവനം ഹോമിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ? കേരളം മാത്രമല്ലല്ലോ, മറ്റ് രാജ്യങ്ങളില്ലേ ലോകത്ത് പലയിടത്തും. അവിടെ എങ്ങും ചൊവ്വാദോഷ നിമിത്തം കെട്ടാതെ നിൽക്കുന്നില്ലല്ലോ ഒരു പെൺകുഞ്ഞുങ്ങളും. വിവാഹം നടക്കാതെ ഒരു പെൺകുഞ്ഞും തന്റെ യൗവനം കളയുന്നില്ലല്ലോ, ജീവിതം തകർത്ത് കളയുന്നില്ലല്ലോ. ആധുനിക യുഗത്തിൽ മനുഷ്യൻ ചൊവ്വായുടെ നെഞ്ചത്തെ ചവിട്ടാൻ തയ്യാറെടുക്കുമ്പോൾ ചൊവ്വാദോഷം പേടിച്ച് പെൺമക്കളുടെ ജീവിതത്തിൽ തീ കോരിയിടുന്ന മാതാപിതാക്കളെ, ആചാരത്തിന്റെ തീ നിന്റെ തലമുറയെ നാശത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയാ ചെയ്തത്.
ദൈവമക്കളെ, അറിഞ്ഞ സത്യം ഇക്കൂട്ടരോട് അറിയിച്ചാൽ അവരെ അനാചാരത്തിന്റെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. സ്തോത്രം. മനുഷ്യജീവിതത്തെ പൊള്ളിക്കുന്ന ആറാമത്തെ തീയ് ലൂക്കോസ് 3:9 കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 9-ാം വാക്യം. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. നല്ല ഫലം കായ്ക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നട്ട വൃക്ഷം പക്ഷേ ഫലം കായ്ച്ചില്ലെന്നല്ല, ആകാത്ത ഫലം കായ്ച്ചു. നല്ല ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷത്തെ കത്തിക്കുന്ന തീയ്. അങ്ങനെയെങ്കിൽ ഇത് ദൈവകോപത്തിന്റെ തീയാണ്. നട്ടവന്റെ കോപമാണ് തീയായി വരുന്നത്. സ്വന്തം പുത്രനെ നിനക്കു വേണ്ടി തന്നിട്ടും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അനുദിനം തന്നുകൊണ്ടിരുന്നിട്ടും നല്ല ഫലം കായ്ക്കേണ്ട സ്ഥാനത്ത് കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന ക്രിസ്ത്യാനിയെ ദൈവകോപത്തിന്റെ അഗ്നി നിന്നെ ദഹിപ്പിക്കും. തിരുവചനം പറയുന്നു, വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ചു കളയും. ഒരു സ്വയപരിശോധനയ്ക്ക് ഇന്ന് പുലരിയിൽ നാം തയ്യാറാകണം. ദൈവപുത്രൻ വിശ്വസിക്കുന്നവരാണ്, ദൈവം നൽകുന്ന നന്മകളെല്ലാം അനുഭവിക്കുന്നവരാണ്. പക്ഷേ നീ പുറപ്പെടുവിക്കുന്ന ഫലം നല്ലതാണോ? അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ അനുതാപത്തിന്റെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ക്ഷമിക്കണമപ്പാ, ഇനി എന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ഫലം കതിരണിയാൻ ഞാൻ ഇടവരുത്തുകയില്ല. പ്രാർത്ഥിക്കുമോ? ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവകോപത്തിന്റെ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. വചനത്തിന് മുൻപിൽ ഇന്നാരെങ്കിലും സമർപ്പിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ അപ്പച്ചൻ തന്റെ പുത്രൻ കരം നീട്ടി നിന്നെ ആ തീയിൽ നിന്ന് വലിച്ചെടുത്ത് വിടുവിക്കും, വലിച്ചെടുത്ത് രക്ഷിക്കും. സ്തോത്രം, സ്തോത്രം. നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. അല്ലെങ്കിൽ 7ാമത്തെ അഗ്നിയിൽ വീണുപോകാനിടയായിത്തീരും. എന്താ 7ാമത്തെ അഗ്നി? അത് നിത്യാഗ്നിയാണ്. മനുഷ്യന് നിത്യകാലം പൊള്ളിക്കുന്ന കെടാത്ത തീയാണ്, നരകത്തിന്റെ ജ്വാലയാണ്. തെളിവിനായി നിരവധി വാക്യങ്ങൾ വേദപുസ്തകത്തിൽ കാണാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് 2 വാക്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. 9-ാം അധ്യായം 44-46 2 വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കെടാത്ത തീയായ നരകം, കെടാത്ത തീയായ നരകം, നിത്യം കത്തിക്കൊണ്ടിരിക്കുന്ന തീയ്, നിത്യം നരകം. രക്ഷാനിർണയം പ്രാപിച്ച എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം കേട്ടോ. കെടാത്ത തീയിലേക്ക്, നരകത്തിലേക്ക് ജനകോടികൾ ഓടുമ്പോൾ അവരിൽ ചിലരെയെങ്കിലും വചനത്തിന്റെ വെളിച്ചം നൽകി നീ പ്രാപിച്ചെടുത്ത ദൈവകൃപ ഉപയോഗിച്ച് ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ, അവരെ സത്യവെളിച്ചത്തിലേക്ക് നടത്താൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ പരിശ്രമിക്കണം. പ്രാർത്ഥനയോട് പരിശ്രമിക്കണം. മക്കളെ, അതിന് നമ്മെ ഒരുക്കുന്നത് എന്താണ്? ഒരുക്കുന്ന ശക്തി എന്താണ്? ആമേൻ. നമ്മെ പ്രാർത്ഥനാക്കുന്നത് എന്താണ്? അതൊരു തീയാണ്, അത് സ്വർഗത്തിന്റെ അഗ്നിയാണ്. ആമേൻ. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ലൂക്കോസ് 12:49, ഭൂമിയിൽ തീയിടുവാനത്രേ മനുഷ്യപുത്രൻ വന്നത്, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ദൈവപുത്രൻ ആഗ്രഹിച്ചതുപോലെ മാളിക മുറിയിൽ സ്വർഗത്തിലെ അഗ്നി അവൻ പുലർന്നിരിക്കുന്ന അഗ്നിനാവുകളായി കത്തിപ്പടരുവാനിടയായി. എന്റെ കുഞ്ഞുങ്ങളെ, ഇന്നത് അവൻ വൻകരകളെ കീഴടക്കി ആളിപ്പടരുകയാണ്. ജനലക്ഷങ്ങളെ, ജനകോടികളിൽ ആ തീ കത്തുകയാണ്. ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗീയ അഗ്നി ഇന്ന് പുലരിയിൽ നിന്നിലും കത്തും. ആമേൻ. അപ്പോൾ പിന്നെ നീ അനേകരെ ലോകത്തിന്റെ തീയിൽ നിന്ന്, പിശാചിന്റെ തീയിൽ നിന്ന്, പാപത്തിന്റെ തീയിൽ നിന്ന്, ദൈവകോപത്തിന്റെ തീയിൽ നിന്ന്, നരകത്തിന്റെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ ദൈവം നിന്നെ പ്രാപ്തനാക്കും. അതേ സ്വർഗീയ അഗ്നി ഇന്ന് വചനം കേൾക്കുന്നവരുടെ മേലും അളിപ്പടരുവാൻ ഇടയായി തീരട്ടെ. അതിനായി സമർപ്പിക്കാം, ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവമെല്ലാം പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിയിൽ നിന്നും. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ ഞാൻ ഓർപ്പിക്കാം, 9072141834. ദൈവം ലഭിച്ചാൽ വരും ദിനങ്ങളിലും വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൂടാം. അതുവരെ സ്വർഗത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും കൺമണി പോലെ സൂക്ഷിക്കട്ടെ. God bless you in Jesus' name.